നിധിയും ശ്രുതിയും കൂടെ ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിന്ന് ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. നിധി ചോദിക്കും, എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. നിധി ചോദിക്കും, എന്താ എന്നോട് ദേഷ്യമാണോ? ശ്രുതി പറയും, നിങ്ങളോടൊക്കെ ദേഷ്യപ്പെടാൻ ഞാൻ ആരാ? നിധി പറയും, ഹലോ, വലിയ ഡ്രാമയൊന്നും വേണ്ട, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, സംസാരിച്ച് തീർക്കാം. സുധീഷ് പറയും, സംസാരിച്ച് തീർക്കാൻ ഞാൻ ഇയാളുടെ ആരും അല്ലല്ലോ. നിധിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. നിധി പറയും, ഓ, ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ല സുധീഷേ. സുധീഷ് പറയും, ഞാൻ സംസാരിക്കുന്നതല്ലേ ഇയാൾക്ക് പ്രശ്നം. നിധി പറയും, ഓ അങ്ങനെയാണോ, എന്നാൽ ഇനി ഒന്നും മിണ്ടണ്ട. പിന്നെയും മൗനമാകുമ്പോൾ നിധിക്ക് വല്ലാതെ തോന്നും. നിധി പറയും, എന്താണെന്ന് വെച്ചാൽ പറ. സുധീഷ് പറയും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പിന്നിലെ തൻ്റെ അച്ഛനും ഏട്ടനാവും എന്നാണല്ലോ തൻ്റെ പ്രശ്നം, അല്ലാതെ എനിക്കൊന്നും പറ്റുന്നത് തനിക്ക് പ്രശ്നമില്ലല്ലോ. ഞാൻ കരുതിയത് രാത്രി ഞാൻ വൈകി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് താൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണെന്നാ. രാവിലെയാണല്ലോ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നിധിയുടെ മുഖത്ത് ഒരു സങ്കടം പോലെ തോന്നുമ്പോൾ സുധി മനസ്സിൽ പറയും, ആ അപ്പോൾ ഫീലാവുന്നുണ്ടല്ലേ, ഇപ്പോൾ ഒരു സോറി വരും, വരട്ടെ. കുറച്ച് നേരമായിട്ടും നിധിയൊന്നും മിണ്ടുന്നില്ല. സുധി മനസ്സ് പറയും, സോറി വന്നില്ലല്ലോ, റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മേൽ പഴി വരുമെന്ന് വിചാരിച്ചിട്ടല്ല, സുധീഷിനൊന്നും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ്. എന്ത് വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. എൻ്റെ വീട്ടുകാർ ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഇയാൾ സമയത്ത് വീട്ടിൽ വരാതിരുന്നപ്പോൾ അവരെന്തെങ്കിലും ചെയ്തു കാണുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കണേ എന്നൊക്കെ നിധി പറയും. സുധി പറയും, അന്ന് അവർ പ്ലാൻ ചെയ്തിട്ടാ, ഇനി ഞാൻ നോക്കിക്കോളാം. സുധി നിധിയോട് അന്ന് വീട്ടിൽ പോയതിനെ പറ്റി സംസാരിക്കും. നിധി ചോദിക്കും, ഇയാൾക്ക് ആദ്യം അറിയായിരുന്നെങ്കിൽ പിന്നെന്തിനാ സമ്മതിച്ച്? തനിക്ക് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ കഴിയാനൊരവസരം കിട്ടുമ്പോൾ ഞാനായിട്ട് അത് കളയണ്ടെന്ന് കരുതി. അല്ലെങ്കിൽ തന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചാൽ ഇയാൾ പറയില്ലേ, ഞാൻ ഇയാളുടെ അച്ഛനെ പറ്റി നുണ പറയാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ തല്ലിന് വന്നേനെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിധി പറയും, അതെ, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേനെ. അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ളൊരു വിശ്വാസം. നിധി പറയും, ഓക്കെ അത് വിട്ടേക്ക്. സുധി പറയും, അതെങ്ങനെ വിടാൻ പറ്റും? അതും പറഞ്ഞ് സുധി കുറേ സംസാരിക്കുകയാണ്. നിധിക്ക് ദേഷ്യം വരും. നിധി പറയും, പ്ലീസ് ഒന്ന് നിർത്ത്, കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരിക്കുമോ? സുധിക്ക് എന്ത് പറ്റി? നിധി പറയും, ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചിട്ട് വട്ട് പിടിക്കുന്നു. ഒന്നും സംസാരിക്കാതെ നിന്നാ എന്താ സംസാരിക്കാത്തതെന്ന് ചോദിക്കും. സംസാരിച്ചാൽ കേട്ടിട്ട് വട്ട് പിടിക്കുന്നതെന്ന് പറയും. ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല, പോരെ? നിധി ഒരു ചിരിയോടെ മിണ്ടാതിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ നിധി പറയും, ഞാൻ ഇറങ്ങുകയാണേ. സുധി പക്ഷേ ഒന്നും മിണ്ടില്ല. നിധി ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ സുധി പറയും, ഞാനിവിടെ വെയിറ്റ് ചെയ്യണമെന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ. നിധി ആ ഓഫീസിൽ ചെന്നിട്ട് MDയുടെ അടുത്തേക്ക് ഇൻ്റർവ്യൂവിന് പോവാണ്. MD പറയും, ഗോൾഡ് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തുടങ്ങിയതാ, ജോയിൻ ചെയ്യാൻ ഇവിടുന്ന് മെയിൽ വരുമെന്ന് പറയുമ്പോൾ നിധി ചോദിക്കും, അപ്പോൾ ഇൻ്റർവ്യൂ? താൻ ഫ്രഷറല്ലേ, തനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടാൽ അറിയാലോ. ഇത് തന്നെ ഇൻ്റർവ്യൂ, പേ സ്കെയിൽ കുറച്ച് കുറവായിരിക്കും, ഇപ്പോൾ 20,000 കിട്ടും, തൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഇൻക്രിമെൻ്റ് ഉണ്ടാവും, ഓൾ ദ ബെസ്റ്റ്. നിധി സന്തോഷത്തോടെ സുധിയുടെ അടുത്തേക്ക് വരികയാണ്. സുധിയാണെങ്കിൽ കാറ് കിടന്ന് ഉറങ്ങുകയാണ്. നിധി വന്ന് അപ്പുറത്തെ സീറ്റിലിരിക്കും. മുന്നിൽ ഒരു ഗണപതിയുടെ ബിംബം ഉണ്ടാവും. നിധി അതിൽ നോക്കി പ്രാർത്ഥിക്കുകയാണ്. സുധി ഉണർന്ന് നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിധിയാണ് കാണുന്നത്. സുധി ചോദിക്കും, പ്രാർത്ഥിക്കുകയാണോ? നിധി ഇങ്ങനെ മിണ്ടല്ലേന്ന് കാണിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിധി പറയും, എനിക്ക് ജോലി കിട്ടി. ഇത് കേൾക്കുമ്പോൾ സുധിക്കും വലിയ സന്തോഷമാവും. സുധി കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് കൈ കൊടുക്കും. രണ്ടാമത്തെ തവണ തന്നെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹമാണ്. സുധി പറയും, ഈശ്വരാനുഗ്രഹം മാത്രമല്ല, കൂടെ വന്ന ആളുടെ അനുഗ്രഹം കൂടിയാണ്. ഇത് കേൾക്കുമ്പോൾ നിധി ഇങ്ങനെ ചിരിക്കും. സുധിക്കും സാലറി എത്ര ഉണ്ടാവും? നിധി പറയും, 20,000. സുധിക്കും, 20,000? ഇയാൾ ഗോൾഡ് മെഡലിസ്റ്റൊക്കെ അല്ലേ, ഞാൻ കരുതിയത് 1-2 ലക്ഷമൊക്കെ കിട്ടുമെന്നാ. നിധി പറയും, എല്ലാ കമ്പനിയും ഫ്രഷേഴ്സിനെ ഇത്രേ കൊടുക്കൂ. സുധിക്കും, ഇത് പഠിക്കാൻ ഏകദേശം ഒരു 10-15 ലക്ഷം ചിലവായി കാണില്ലേ? നിധി ചോദിക്കും, അതിനെന്താ? അപ്പോൾ അതിൻ്റെ പലിശ പോലും ഇല്ലാത്തൊരു ജോലിക്ക് ഇതിനാണോ താനിവിടെ വന്ന് തൊഴുത് കണ്ണൊക്കെ കലങ്ങി പ്രാർത്ഥിച്ചത്? ഒരു കണക്കിന് അത് നന്നായി, ഇല്ലെങ്കിലേ ഒരു ഇൻഫീരിറ്റി കോംപ്ലക്സ് വരുമായിരുന്നു. നിധി ചോദിക്കും, അതെന്തിന്? അല്ല, ഇത്രയും പഠിച്ചാൽ തനിക്ക് 20,000 രൂപയും വേറൊരു ഡ്രൈവറായ എനിക്ക് അതിൻ്റെ ഇരട്ടി പൈസയും. നിധിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും. സുധി പറയും, അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇയാളുടെ പഠിപ്പിനും യോഗ്യതയ്ക്കൊക്കെ ചേർന്ന ശമ്പളം അല്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിധി പറയും, ഇത് സ്റ്റാർട്ടിങ് സാലറിയാണ്, ഓരോ വർഷവും ഇൻക്രിമെൻ്റ് ഉണ്ടാവും. സുധി പറയും, ശരി, ഇയാൾക്ക് കൂടുതൽ ശമ്പളം കിട്ടിയാൽ എനിക്ക് സന്തോഷമുള്ളൂ, എന്നാൽ നമുക്ക് പോകാമല്ലേ? അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുധി പറയും, ഒരു കണക്കിന് കാശ് കൊടുത്ത് കുറേ പഠിക്കുന്നതിനേക്കാളും നല്ലത് ആ കാശിന് വല്ല കാറൊക്കെ വാങ്ങിച്ചിട്ട് ഓൺലൈൻ ടാക്സിക്ക് ഓടാൻ കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ നമ്മൾ കാറിൻ്റെ ഉടമയാകും, ആ ലോണൊക്കെ അങ്ങ് തീരുകയും ചെയ്യും. നിധി പറയും, എല്ലാവരും ഇതേ ശമ്പളത്തിനൊക്കെ ജോലിക്ക് കയറുന്നത്. ജോലി എന്ന് പറഞ്ഞാൽ വെറും ശമ്പളം മാത്രമല്ലല്ലോ, അതുണ്ടാക്കുന്ന സ്റ്റാറ്റസും കൂടിയല്ലേ. സുധി പറയും, ഇനി റൂട്ട് മാറ്റുന്നതാണ് നല്ലത്. അതെ, ഇയാൾക്ക് എത്ര പെട്ടെന്നാണ് ജോലി കിട്ടിയത്? രണ്ടാമത്തെ തവണയല്ലേ ഇൻ്റർവ്യൂവിന് പോകുന്നത്, അപ്പോഴേക്കും ജോലി കിട്ടി. അതെന്താ നിസ്സാര കാര്യമാണ്? എത്ര പേരാ പുറത്ത് നിൽക്കുന്നത്?
അപ്പോഴാ നിധി കൺഗ്രാജുലേഷൻ അത് പറഞ്ഞ് കൈ കൊടുക്കാൻ നോക്കുമ്പോൾ നിധി അത് മൈൻഡ് ചെയ്യില്ല. നിധി ഒരു വായ അടച്ച് നേരെ നോക്കി വണ്ടി ഓടിക്കാൻ നോക്ക്. ഹരീഷ് വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീതു അങ്ങോട്ട് വരുന്നത് കാണും. ഹരീഷ് പറയും, ചന്തു ഞാനിപ്പോൾ വരാം, ജോണേട്ടൻ്റെ വണ്ടി ഒന്ന് ഡെലിവറി ചെയ്യട്ടെ. അതും പറഞ്ഞ് ഹരീഷ് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ അവർ തടഞ്ഞു വെക്കും. അവർ പറയും, അതൊക്കെ ഡെലിവറി ചെയ്തു, നിങ്ങൾ അവിടുന്ന് ആ ജോലി തീർക്കാൻ നോക്ക്. നീതു ഹരീഷിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഹരീഷൊന്നും മിണ്ടുന്നില്ല. നീതു ഹരീഷിനോട് അന്നത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. നീതു പറയും, കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഹരീഷ് പറയും, അത് പറഞ്ഞാൽ പിന്നെ അതെന്താണെന്ന് ചോദിക്കും. ശരി, എങ്കിൽ എന്നോട് കടയിൽ വന്നപ്പോഴെങ്കിലും പറയാമായിരുന്നല്ലോ. ഹരീഷ് പറയും, അതിനെനിക്ക് സമയം കിട്ടിയോ? വന്നപ്പോൾ തുടങ്ങിയില്ലേ നിൻ്റെ മെക്കിട്ട് കയറ്റം. നീതുവിന് സന്തോഷമാവും. നീതു പറയും, എനിക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ വിളിക്കും. കൂടുതലുള്ളവരോടേക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം? അവരും അറിയാം നീതുവിന് ഇഷ്ടമുള്ളവരെയൊക്കെ ചെയ്തോ. നീതു കയ്യിലിരുന്ന ലൈസ് ഹരീഷിന് കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഹരീഷ് അത് തിന്നുന്ന കാണുമ്പോൾ നീതു പറയും, ഗുഡ് ബോയ്. അത് കേൾക്കുമ്പോൾ ഹരീഷിനൊരു നാണത്തോടെ ചിരി വരും.